ജംഗ്ഷനിലുള്ള ജഗന്നാഥ സ്വാമി ക്ഷേത്രത്തിൽ പോണം. അവിടെ എത്തിയപ്പം ആദ്യം ചെന്നത് ലിംഗരാജ സ്വാമി ക്ഷേത്രത്തിലാണ് ചെന്ന് അതിനകത്തുള്ള മഹാദേവന്റെയും തൊഴുതു, ഹരിയും തൊഴുത് എല്ലാം ഇറങ്ങി പുറത്തിറങ്ങുമ്പം ഒരിടത്തൊരു വലിയൊരു ഗണപതി പപ്പയുടെ ഒരു ഇതുണ്ട്. വലിയൊരു രൂപമാണ്, നമ്മളെക്കാട്ടിൽ കുറച്ചും കൂടെ ഹൈറ്റ്, കറുപ്പ് നിറത്തിലുള്ള കല്ലിൽ കുത്തിവെച്ചേക്കുന്നത്. അപ്പൊ ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു എനിക്ക് ഗണപതി പപ്പയോട് കുറച്ചൊരു നീരസം പോലെ, ദേഷ്യം, അതിനെപ്പോലെ ദേഷ്യം എന്നാലും പ്രാർത്ഥിക്കും, എന്നാലും അത്ര വിശ്വാസം ഇല്ല. അതിലേ ഉള്ള സംഭവം എനിക്ക് 2 കുട്ടികളായപ്പോഴും ആ ഒരു ഇത് ഉള്ളിൽ കിടപ്പുണ്ട്. അപ്പൊ എനിക്ക് മാത്രം കേൾക്കാം, എന്റെ ഉള്ളിൽ പറയുന്നതായിട്ട് നീ ചെയ്യുന്ന എല്ലാം ഇതിലാ ചെയ്യുന്നത് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പൊ ഞാൻ തിരിച്ചു പറയണ്ട, അല്ല എനിക്കറിയാം ഞാൻ അങ്ങനെയല്ല ജീവിക്കുന്നത്, എല്ലാരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞാനത് ഉള്ളിൽ ഞാൻ പറയാം. അപ്പം നിന്നെ എന്റെ അച്ഛനും അമ്മയും നിന്റെ ഭഗവാനും ഒക്കെ ഇട്ട് കൊഞ്ചിപ്പിക്കുക, ഞാനായി നിയന്ത്രിക്കാൻ പോകുന്നത് നിന്നെ. ഞങ്ങൾ ഒരു ഉദ്ദേശത്തോടാണ് നിന്നെ അങ്ങോട്ട് വിട്ടത്, പക്ഷെ നീ ആ ഒരു വഴിയേ അല്ല പോകുന്നത്, വേറൊരു എക്സാക്ട്ലി ഓപ്പോസിറ്റ് വഴിയോട്ട് പോയിക്കൊണ്ടിരിക്കുക. അപ്പൊ എന്റെ അടുത്ത് നിന്റെ കൊഞ്ചിലൊന്നും നടക്കത്തില്ല എന്ന്. അപ്പൊ ഞാൻ തന്നെ അത് ഇങ്ങനെ എനിക്ക് കേൾക്കാം ഉള്ളില്. ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് പറയുന്നത്. എന്താ വെച്ചാല് എനിക്കറിയത്തില്ല, അത് ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ ആരും വിശ്വസിക്കത്തില്ല, അതുകൊണ്ടാണ് ഞാൻ ലക്ഷ്മി, ഞാൻ ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ റീഫ്രെയിം ചെയ്ത് ഞാൻ ചോദിക്കുകയാണ്. ഇപ്പം കമ്മ്യൂണിക്കേഷൻ പല ടൈപ്പ് ഉണ്ട്. ചിലത് ടെലിപ്പത്തിക്കലി നമുക്ക് ഇത് ചെയ്യാം, ചിലത് ഇങ്ങനെ വിഷൻ പോലെ നമുക്ക് കാണാം, ചിലത് നമുക്ക് ഇങ്ങനെ സൗണ്ട് പോലെ കേൾക്കാം. ഇതിൽ ഏത് കമ്മ്യൂണിക്കേഷൻ മെത്തേഡ് ആണെന്നാണ് ഞാൻ ചോദിച്ചത്. ഇപ്പൊ കേട്ടത് സൗണ്ട് അല്ല, എനിക്കിങ്ങനെ, പക്ഷെ എനിക്ക് ഉള്ളിൽ സൗണ്ട് ഇല്ല, അല്ലാതെ നമുക്ക് കേൾക്കാം. നമുക്ക് അറിയാം ആൾ സംസാരിക്കുന്നുണ്ട്, നല്ലതായിട്ട് നമുക്ക് മനസ്സിൽ ഇങ്ങനെ വരുന്നുണ്ട്, ഞാൻ അതിന് ഉത്തരവും കൊടുക്കുന്നുണ്ട്. അപ്പൊ സൗണ്ട് ഇല്ല. അപ്പം അന്നേരം ഞാൻ ഇങ്ങനെ പറഞ്ഞു. അപ്പൊ എന്റെ അടുത്ത് ഇനി തൊട്ട് ഞാനാ നിന്നെ തെറ്റ് ചെയ്താൽ ശിക്ഷിക്കുന്ന ഞാനായിരിക്കും, ഇവരാരും നിന്നെ ശിക്ഷിക്കുന്നില്ല, ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞില്ല ജിനു, ഞാൻ അങ്ങനത്തെ കാഴ്ചപ്പാടി കാണുന്നോണ്ടായിരിക്കും അങ്ങനെ ഒരേ ആള് തന്നെ എനിക്ക് അങ്ങനെ പഠിപ്പിച്ചു തന്നാലേ പറ്റത്തുള്ളൂ. അപ്പൊ ഞാൻ അന്ന് അവിടെ വെച്ച് ഗണപതി പപ്പയെ പറയാൻ തുടങ്ങി. ഓക്കെ ശരി. അപ്പം ഞാൻ അച്ഛൻ ഭയങ്കര ധ്യാനത്തിലായിരിക്കും, എനിക്കിത് പറയുവാണ്, എന്റെ അടുത്ത് ഇത് പറയാണ്, അച്ഛൻ ഇത് ഭയങ്കര ധ്യാനത്തിലായിരിക്കും, അതുകൊണ്ട് അച്ഛനെ ഞാൻ ബുദ്ധിമുട്ടിക്കുന്നില്ല, നിന്റെ കാര്യം ഞാൻ ഏറ്റെടുക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു, അപ്പൊ ചേട്ടനും അച്ഛനും താങ്കളാവാൻ പോകണം. അപ്പൊ ഞാൻ ഒരു കാര്യം ചെയ്യും, തൊട്ട് ഞാൻ ചേട്ടച്ചാന്ന് വിളിക്കാം. അന്ന് തൊട്ട് ഗണപതി പപ്പയെ ഞാൻ ചേട്ടച്ചാന്ന് തന്നെ വിളിക്കുന്നത്. അപ്പൊ ഈ പാല് കൊണ്ട് വെക്കുമ്പോഴും ഞാൻ പറയുന്നത്, ചേട്ടച്ച പാല് കുടിച്ചോ, ഇങ്ങനെ ഭഗവാനെ വിളിച്ചിട്ട് പറയും കുടിച്ചോ, അങ്ങനെയാ ഞാൻ പറയുന്നത്. അത് പിന്നെ അന്ന് തൊട്ട് ചേട്ടച്ചനും എന്റെ കൂടെ ഉണ്ട്. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ റൂമിൽ വന്നപ്പം ജഗന്നാഥ സ്വാമി ക്ഷേത്രത്തിൽ പോവാന് ഇവിടുന്ന് ഒരു 1.5 മണിക്കൂർ എന്തോ യാത്രയുണ്ട്. അപ്പം അത് കഴിഞ്ഞ് വന്ന് പിറ്റേ ദിവസം രാവിലെ നമുക്ക് ഇവിടെ പോകാൻ പറ്റില്ല അമ്പലത്തിൽ. അപ്പൊ അന്ന് എന്തായാലും അമ്പലത്തിൽ കയറാൻ പറ്റില്ല. ഈ ലിംഗരാജ സ്വാമി ക്ഷേത്രത്തിൽ വന്ന് വൈകുന്നേരം അവിടെ തങ്ങി പിറ്റേ ദിവസം രാവിലെ അവിടെ നിന്ന് ഇറങ്ങി ഈ ഇവിടെ വന്നപ്പോ ജഗന്നാഥ സ്വാമി ക്ഷേത്രത്തിൽ അവിടെ എത്തിയാലും അന്ന് അവിടെ ഹോട്ടലിൽ താമസിക്കാൻ പറ്റും. പിന്നെ 3-ാമത്തെ ദിവസം നമുക്ക് കയറാൻ പറ്റും. അപ്പൊ ഈ 2-ാമത്തെ ദിവസം രാവിലെ റെഡിയായി നിൽക്കുക നമ്മളിങ്ങനെ അമ്പലത്തിലോട്ട് പോകാൻ വേണ്ടി. അപ്പോഴ് എന്റെ എക്സൈറ്റ്മെന്റ് എല്ലാം പോയി, മുഖത്ത് ഭയങ്കര ടെൻഷൻ ആവാൻ തുടങ്ങി. അപ്പൊ ഒരുങ്ങി ഒക്കെ ഇരിപ്പുണ്ട്, പോവാൻ റെഡി ആയിട്ട് ഇരിപ്പുണ്ട്. അപ്പൊ ഹസ്ബൻഡ് വന്നിട്ട് ഇന്നലത്തെ പോലത്തെ ഒരു സന്തോഷമൊന്നും കാണുന്നില്ല. എന്നുവെച്ചാൽ ഇന്നലത്തെ അല്ല, ആ യാത്ര തുടങ്ങിയപ്പോ തൊട്ടുള്ള ഒരു സന്തോഷവും ഇല്ല എന്റെ മുഖത്ത്, എക്സൈറ്റ്മെന്റ് ഇല്ല, ഭയങ്കര ടെൻഷനാണ് ഇങ്ങനെ. അപ്പൊ ഇങ്ങനെ തിരിയുന്നു. അപ്പൊ എന്താന്ന് ചോദിച്ചു. പക്ഷെ ഞാൻ പറഞ്ഞു, ഞാൻ സാധാരണ ഹസ്ബൻഡിന്റെ അടുത്ത് പോലും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും സംസാരിക്കാറില്ല. വെച്ചാൽ എല്ലാവർക്കും ഭക്തി ഉണ്ടെങ്കിലും അവർക്ക് എത്രത്തോളം അത് ഉൾക്കൊള്ളാൻ പറ്റുമെന്ന് എനിക്ക് അറിയത്തില്ല. അത് ആരെയും കുഴപ്പമില്ല, എക്സ്പീരിയൻസ് ചെയ്യാത്തടത്തോളം കാലം. പക്ഷെ അന്നേരം എന്റെ ഒരു ബുദ്ധിമുട്ട് കാരണം ഞാൻ അദ്ദേഹത്തിനോട് ഷെയർ ചെയ്തു, ഞാൻ ഫസ്റ്റ് ടൈം എന്റെ ലവറിനെ കാണാൻ പോവാണ്. ഫസ്റ്റ് ടൈം എന്നുവെച്ചാൽ ഇതുവരെ എന്ന് വെച്ചാൽ നമ്മള് ഫോണിൽ കൂടെ ഉള്ള അല്ലെങ്കിൽ വേറെ ഒക്കെ ഉള്ള സംസാരം, പക്ഷെ ഫസ്റ്റ് ടൈം നേരിട്ട് കാണാൻ പോവാണ്. അപ്പൊ എങ്ങനായിരിക്കും എന്നെ അക്സെപ്റ്റ് ചെയ്യുവോ? ഇത്രയും നാള് ശത്രുതയായിട്ട് നടന്ന ഒരാളാണ് ഞാൻ. അപ്പൊ എന്നെ അക്സെപ്റ്റ് ചെയ്യുവോ? ഇഷ്ടംപോലെ ആളുകൾ വരാം, പിന്നെ ഞാൻ ഏത് ഡ്രസ്സ് ഇടണം, ഇങ്ങനെയൊക്കെ സാധാ ഒരു മാനുഷിക ലെവലിൽ ഞാൻ നിന്ന് ആലോചിച്ചുകൊണ്ട് പറയുവാണ്. അപ്പോ കുറച്ച് നേരം എന്നെ നോക്കിയിട്ട് ചിലപ്പോൾ ആള് വിചാരിക്കുന്നു എന്ത് വട്ടാ ഇതൊക്കെ പറയുന്നതായിരിക്കും അത് വിചാരിക്കുന്നത്. പക്ഷെ അവര് പറഞ്ഞു കുഴപ്പമില്ല നമുക്ക് പോകാമെന്ന്. എന്നിട്ട് പറയുന്നുണ്ട് പോകുന്ന വഴി ഇത്ര സമയമുണ്ട്, അതുകൊണ്ട് ഏതെങ്കിലും അമ്പലത്തിൽ കയറണം എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഓക്കെ, സാക്ഷി ഗോപാൽ സ്വാമി ക്ഷേത്രത്തിൽ കയറാം, അവിടെ കയറിയിട്ട് പോകാന്ന് പറഞ്ഞു.
അവിടെ ചെന്നപ്പോഴും സാധാരണ അമ്പലങ്ങളിൽ പോയാൽ എനിക്ക് കുറച്ചേരം ഇരുന്ന് പ്രാർത്ഥിക്കുകയൊക്കെ വേണം. പക്ഷെ അവിടെ ചെന്നപ്പോഴും എനിക്ക് തിരിച്ചങ്ങ് അവിടെ മറ്റേ മെയിൻ ടെമ്പിളിൽ പോയാൽ മതി, ജഗന്നാഥ സ്വാമി ക്ഷേത്രത്തിൽ ചെന്നാൽ മതി. അവിടെ വഴിക്കൊന്ന് കേറിയപ്പം സാധാരണ എന്റെ ഹസ്ബൻഡ് എങ്ങനെയാന്ന് വെച്ചാല്, നമ്മൾ ഈ മെൽബണിലൊക്കെ ചൂടായതുകൊണ്ട് നാട്ടിൽ ചെല്ലുമ്പോൾ ഇല്ല, ഇവിടെ തണുപ്പായതുകൊണ്ട് നാട്ടിൽ ചൂടാണ്. അപ്പൊ ആ കഥ കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം കുറച്ചേരം ഇരുന്ന് അങ്ങനെ നമുക്ക് ആ ബുദ്ധിമുട്ട് കാരണം എന്റെ ഒരു വിചാരം ഇപ്പൊ തന്നെ ആളിറങ്ങും, പെട്ടെന്ന് തൊഴുതിട്ട് ഇറങ്ങും എന്നാ വിചാരിക്കുന്നത്. അപ്പൊ ചെന്നപ്പോ അവിടുത്തെ സാക്ഷി ഗോപാൽ ക്ഷേത്രത്തില് ചെന്നപ്പോ എന്താ കാണുന്ന വെച്ചാല്, ഇങ്ങനെ വലിയ കഥ കാണും, വലിയ നമ്മുടെ ഈ വലിയ അവിടുത്തെ അമ്പലങ്ങൾ കണ്ടിട്ട് വലിയ കഥ കാണും. അതിന്റെ ഇടയ്ക്കൂടെ ഒരു തുണി കുറുകെ കെട്ടി വെച്ചേക്കുക. അപ്പൊ ഭഗവാന്റെ ഈ ഇത്ര ഇടം കാണുന്നില്ല, ഇത്രയും താഴോട്ടേ കാണുന്നുള്ളൂ. കുനിഞ്ഞു നിന്നാ കാണാം, നമ്മൾ നോക്കിയാൽ കാണാം. അപ്പൊ നമ്മൾ ചോദിച്ചു എന്താ അത് അകത്തോട്ട് കേറ്റാത്തെന്ന് ചോദിച്ചപ്പോ അവര് പറഞ്ഞ് ഭഗവാന് പ്രസാദം കൊടുത്തോണ്ടിരിക്കുക, 1 മണിക്കൂർ എടുക്കുന്നു. അപ്പൊ എന്റെ വിചാരം ഓക്കെ, ഇപ്പൊ ഹസ്ബൻഡ് പറയും നമുക്ക് പോകാം, 1 മണിക്കൂറുണ്ട്, ആ സമയം കൂടെ നമുക്ക് അവിടെ എത്താം എന്ന് പറയുന്നു. എനിക്ക് എങ്ങനെയെങ്കിലും മറ്റിടത്ത് എത്തിയാൽ മതി. അപ്പൊ ഹസ്ബൻഡ് ഞാൻ വിചാരിക്കുന്നതിന് ഓപ്പോസിറ്റ് ഹസ്ബൻഡ് പറഞ്ഞു ഇല്ല നമുക്ക് ഇവിടെ ഇരിക്കാം, ഇവിടെ തുറന്ന് കണ്ടിട്ട് പോയാൽ മതി, ഇപ്പൊ അവിടെ ചെന്നാലും ഇന്ന് കയറാൻ പോകുന്നില്ലല്ലോ എന്ന് പറഞ്ഞു. ഞാൻ അവിടെ ഞങ്ങൾ അവിടെ നിലത്തിരുന്നു. ഈ നിലത്തിരിക്കുമ്പോഴും നമുക്ക് നേരെ നോക്കുമ്പോൾ ഭഗവാന്റെ കാണാം, ശരിക്കും ഭഗവാന്റെ മുഖം കാണാം. പക്ഷെ ഞാൻ നോക്കുന്നില്ല. ഞാൻ ഹരേ കൃഷ്ണ മന്ത്രം ചൊല്ലുന്നുണ്ട്, ഹസ്ബൻഡും ഹരേ കൃഷ്ണ മന്ത്രം ചൊല്ലുന്നുണ്ട്. ഒരു മണിക്കൂർ കഴിയുമ്പോൾ അവിടുത്തെ എനിക്കൊന്നും ആ ലോക്കൽസിന് അറിയാം, 1 മണിക്കൂർ ഇത്ര സമയം കഴിയുമ്പം ഇവിടെ നട തുറക്കും. അപ്പൊ എല്ലാരും കൂടെ അപ്പൊ നമ്മളിങ്ങനെ പുറകോട് നോക്കുമ്പോ ആളുകൾ, അതുവരെ ഞാനും ആ പ്രീസ്റ്റും കുറച്ച് പേരൊക്കെ ഉള്ളു, ഹസ്ബൻഡേ ഉള്ളൂ. ഇതൊരു 100-150 ആൾക്കാർ ഇങ്ങനെ ഭയങ്കര ഓടി വരുവാണ്. അവർക്കറിയാം ആ സമയത്തിന് ഇത് തുറക്കുമെന്ന്. ഇത് വരുന്ന കണ്ടോണ്ട് ഹസ്ബൻഡിന് പേടിയായി. നമ്മളെ ചവിട്ടി പോകുന്ന പേടിച്ചിട്ട് കൈ പിടിച്ചിട്ട് പറഞ്ഞു എഴുന്നേക്ക് അവർ വരുന്നതിന് മാറി നിൽക്കാം, അവര് പോട്ടെ, നമുക്ക് പുറകിന് പോകാം. ഇത് പറഞ്ഞ് എന്നെ പിടിച്ചിങ്ങനെ പൊക്കുമ്പം ഞാനിങ്ങനെ പൊക്കുന്ന സമയത്ത് നോക്കുമ്പോ ഭഗവാന്റെ മുഖം കാണുന്നുണ്ട്. അപ്പൊ എന്റെ ഒരു ഫീലിംഗ് എന്ന് വെച്ചാല് നമുക്ക് ഫുൾ ബ്ലിസ് ആണ്. ഞാൻ അന്ന് എനിക്ക് ആ ബ്ലിസ് ഒക്കെ അന്നാണ് ഞാൻ എന്റെ ലൈഫിൽ ആദ്യമായിട്ട് അറിയുന്നത്. ഒന്ന് ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ പോലും പറ്റാത്തൊരവസ്ഥ, കണ്ണീന്ന് ഇങ്ങനെ കണ്ണീര് വരിക. പിന്നെ ആ വിഷൻ കിട്ടുമ്പോൾ ഉള്ള ആ പ്രസൻസ് എനിക്കറിയാം. വിഷൻ കിട്ടുമ്പോൾ ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഒരാളുടെ പ്രസൻസ് അറിയാം, ഒരു ശക്തിയുടെ പ്രസൻസ് അറിയാം. അതിനുശേഷമാണ് ആ സെയിം ശക്തി എന്റെ അടുത്ത് വന്ന് നിൽക്കുന്നതായിട്ട് എനിക്ക് ക്ലിയർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്നെ വിളിച്ചു പൊക്കുമ്പോൾ ഞാൻ കരയാൻ തുടങ്ങി. ഈ ഇത്രയും ആൾക്കാർ നമ്മളെ ഇങ്ങനെ അങ്ങ് കൊണ്ടുപോയി. നമ്മൾ വിചാരിച്ച പോലെ ഒന്നും നമുക്ക് സൈഡിലോട്ട് മാറാനൊന്നും പറ്റില്ല, അവരെങ്ങനെ കൊണ്ടുപോയി. അകത്ത് കയറിയപ്പം ഈ 10-200 പേര് ഇങ്ങനെ നിൽക്കുന്ന ഹാളില് എല്ലാരും പ്രാർത്ഥിക്കുകയും പ്രസാദം കൊടുക്കുകയും ഒക്കെ ചെയ്യുവാണ്. അപ്പൊ അതിനു മുമ്പ് ഒരു കാര്യം ഞാൻ വിട്ടുപോയി. ഈ ഭഗവാനെ അറിഞ്ഞു തുടങ്ങിയ സമയത്ത്, ഈ സ്വസ്തികയുടെ ഒക്കെ അറിഞ്ഞു തുടങ്ങിയ സമയത്ത് എനിക്ക് എന്തെങ്കിലുമൊക്കെ ഈ ഫോട്ടോസും കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ, ചിലപ്പോൾ രാധാറാണിയും കൃഷ്ണൻ ഭഗവാനായിട്ടൊക്കെ ഇരിക്കുന്ന ഒരു ഫോട്ടോ കിട്ടുമ്പോൾ ഞാൻ എപ്പോഴും പറയുന്നത്, ചില ഫോട്ടോ നല്ലതാണെങ്കിൽ ഞാൻ പറയും ഇത് രാധമ്മ എന്നോട് ക്ഷമിക്കണം, ഇത് ഞാനാണ്, ഇത് കൃഷ്ണനാണ്, ഈ ഒരു റീപ്ലേസ് ചെയ്ത് വെക്കും എപ്പോഴും. അങ്ങനെ അതായത് ഞാൻ ഈ ജഗന്നാഥ സ്വാമി ക്ഷേത്രത്തിൽ പോകുന്നതിന് ഒരു 2 വർഷത്തിന് മുമ്പ് ഞാനൊരു ഭഗവാന്റെയും രാധമ്മയുടെ ഒരു ഫോട്ടോ എടുത്ത് എന്റെ സ്ക്രീൻ ഇതായിട്ട് ഹോം സ്ക്രീൻ പേജ് ആയിട്ട് ഇട്ട് വെച്ചായിരുന്നു. അതിലെന്ന് വെച്ചാല് ഭഗവാൻ രാധമ്മയ്ക്ക് ഒരു ലോട്ടസ് പൂ കൊടുക്കുന്നത്. അപ്പൊ ഞാൻ അന്ന് ഇതെടുത്ത് വെച്ചിട്ട് ഞാൻ പറഞ്ഞു ഇത് ഞാനും കൃഷ്ണനുമാണ്, ഞാൻ ഫസ്റ്റ് നമ്മള് ഡേറ്റിന് പോകുമ്പോ എനിക്ക് തരാൻ പോകുന്ന പൂവായിരിക്കും ഇത് എന്നാണ് ഞാൻ പറയുന്നത്. അത് ആ 2 വർഷം മുമ്പ് പറഞ്ഞൊരു കാര്യമാണ്. എന്നിട്ട് ഞാൻ ആ സ്ക്രീൻ മാറ്റിയില്ല. പിന്നെ ഞാൻ എപ്പോഴും ഫോൺ എടുക്കുമ്പം വിളിച്ച് ബാക്കിലോട്ട് എടുക്കത്തില്ല, ഉടനെ അടുത്തെടുത്തിട്ട് അങ്ങ് തിരിച്ചു വെക്കത്തുള്ളൂ. പിന്നെ ആ സ്ക്രീൻ കാണുന്നില്ല. 2 വർഷം കഴിഞ്ഞു, അത് മാറ്റിയിട്ടൊന്നുമില്ല. അപ്പൊ ഞാൻ അത് അന്ന് നടന്ന കാര്യം. ഇപ്പൊ ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് സാക്ഷി ഗോപാൽ ക്ഷേത്രത്തിൽ അകത്ത് ഇങ്ങനെ നിൽക്കുവാണ്, 10-200 പേരുണ്ട്, എല്ലാവരും പ്രാർത്ഥിക്കുവാണ്. ഞാൻ അന്നേരം തൊട്ട് കരയുകയും എനിക്കൊന്നും പറയാനും ഇല്ല, ഒന്നുമില്ല, എനിക്ക് എല്ലാം തികഞ്ഞു. ഇനി ഒന്ന് ഗ്രാറ്റിറ്റ്യൂഡും പറയാൻ പോലും എനിക്ക് നാക്കെടുക്കാൻ പറ്റില്ല, അത്രയും ഞാൻ കരയുവാണ്. എനിക്ക് ഈ പ്രസൻസ് അറിയാം. അപ്പോഴാണ് തിരുമേനി അവിടെ 2 നോർത്ത് ഇന്ത്യൻസ് അവരിങ്ങനെ പ്രസാദം കൊടുത്തത്. അതിലൊരു ആള് നമ്മളിങ്ങനെ തൊഴുത് പോവാൻ പാടിച്ചപ്പോ രുക്കോ തുമാരയിലിയ സ്പെഷ്യൽ, നിനക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഉണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ എന്തായിരിക്കും, ജിനു എന്റെ സ്ഥാനത്താണ്, എന്തായിരിക്കും അവര് എന്നിട്ട് വിളിച്ച് മുന്നോട്ട് കൊണ്ടുവന്നിട്ട് നമുക്ക് ഭഗവാന്റെ ഫുള്ള് പൂക്കൾ എന്ന് വെച്ചാൽ തുളസിയിലകളാണ്. ഇവിടെ മാത്രം ഒരു ലോട്ടസ് പൂ ഉണ്ട്. അദ്ദേഹം കൊണ്ടുവന്നിട്ട് എടുത്തിട്ട് കൈ തന്നിട്ട് പറയാം നിനക്ക് വേണ്ടി സ്പെഷ്യൽ. അതായത് നമുക്ക് വേണ്ടി ഒരാൾ വെയിറ്റ് ചെയ്ത് അവിടെ ഇരുന്നു. എന്നിട്ട് ഇങ്ങനെ പറയാണ് എന്റെ ഒരാൾ ഇവിടെ വരും, ഇത് കൊടുത്തോണം എന്ന് പറഞ്ഞു വെക്കുന്ന രീതിയിലാണ് ആള് പറഞ്ഞത്. ഓൾറെഡി ഇൻഫോംഡ് ആണ് എന്നുള്ള രീതിയിലാണ്. അപ്പൊ അതുകൂടെ കണ്ടപ്പം ഞാൻ ഈ ഫോട്ടോയുടെ കാര്യമൊക്കെ മറന്നുപോയി. ഓൾറെഡി ഞാൻ നല്ല കംപ്ലീറ്റ് ബ്ലിസ് ആയിട്ട് നിൽക്കുവാണ്. ഈ പൂവും കൂടെ കിട്ടിയപ്പോ സന്തോഷം, എന്നെ ശ്രദ്ധിച്ചു അദ്ദേഹം. ഇതെല്ലാം കഴിഞ്ഞ്
തിരിച്ച് നമ്മള് ഈ സാക്ഷി ഗോപാലസ്വാമി ക്ഷേത്രത്തിന്റെ അടുത്തുള്ള റൂമിൽ വന്നൊരു 2 മണിക്ക് കണ്ട വന്നത്. 4 മണിയായപ്പോൾ ഞാൻ എഴുന്നേറ്റിട്ട് സാധാരണ പോലെ മൊബൈൽ എടുത്ത് സംസാരിച്ച് വെച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ ഹോം സ്ക്രീൻ കാണുന്നത്. അതില് സെയിം പൂ. ഞാനത് ജിനു അയച്ചു തരാം. ജിനു അയച്ചു ഇത് പറയുമ്പോ അത് നെട്ടാൽ അത് മനസ്സിലാവും. അത് ഫസ്റ്റ് ഡേറ്റ് എനിക്ക് തരണമെന്ന് അതേ ലോട്ടസ് പൂവാണ് ഭഗവാൻ എനിക്ക് വേണ്ടി ഒരാളുടെ അടുത്ത് പറഞ്ഞു വെച്ചിരിക്കുന്ന പോലെ തന്നേക്കുന്നത്. അതൊരു എന്റെ ലൈഫില് ഒരു ഫുൾ എന്താ വെച്ചാ പറയാ, നമുക്ക് ഇന്ന ആളെ വിശ്വസിക്കാൻ ആള് നമ്മുടെ ഒന്നും കൊണ്ടുപോകത്തില്ല കേട്ടോ എന്നുള്ളൊരു പൂർണ്ണ വിശ്വാസം എനിക്ക് തന്നു. പിന്നെ അവിടെ തൊട്ട് ലൈഫ് കുറച്ച് ചേഞ്ച് ചെയ്യാറുണ്ട്. എന്നുവെച്ചാൽ എന്നും ഭഗവാന്റെ അനുഭവങ്ങളുണ്ട്. എന്നും പറയാൻ തുടങ്ങിയാൽ എനിക്ക് ഒന്ന് എപ്പിസോഡ്സ് കൂട്ടിക്കൊണ്ട് പോകും. അതുകൊണ്ട് നമുക്ക് മെയിൻ കാര്യങ്ങളിലോട്ട് പോവാം. തിരിച്ചു വന്ന് ആ ജഗന്നാഥ സ്വാമി ക്ഷേത്രത്തിൽ കയറി തൊഴുതു. അത് ആ സംഭവം അങ്ങനെ കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ തിരിച്ച് വീട്ടിൽ വന്ന് കഴിഞ്ഞ് എനിക്ക് പറ്റുന്ന ഏകാദശി നോയമ്പുകളൊക്കെ ഞാൻ എടുക്കും. തുടക്കത്തിലൊക്കെ നല്ലപോലെ എടുക്കുമായിരുന്നു, സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ എടുക്കുമായിരുന്നു. ആ സമയത്ത് എനിക്ക് വിഷൻ വന്നു. ഇതുപോലെ ഞാൻ കാശിയിൽ ഒരു പഠിക്കലിരിക്കുക, 2-3 പടി. അപ്പോ അവിടെ ഞാൻ രുദ്രാക്ഷമാല ജപിച്ചുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ 2 പടിക്ക് താഴെയായിട്ട് ഒരു ചേട്ടനിരുന്ന് കരയും, എൻ്റെ മുഖത്തോട് നോക്കി കരയും. അപ്പൊ അത് എനിക്ക് ആ മുഖം മനസ്സിലായി, എൻ്റെ ഹസ്ബൻഡിന്റെ ഒരു ഫ്രണ്ടാണ്. ഈ വിഷയം കിട്ടിക്കഴിഞ്ഞപ്പോ എൻ്റെ അടുത്ത് പറയുന്നത്, ആളെ എനിക്ക് ഇതുപോലെ തന്നെ സൗണ്ട് അല്ല എനിക്ക് മനസ്സിലാക്കി തരുന്നത്, ഞാൻ പോയി ആളോട് പറയണം, തിരിച്ച് ഭഗവാനെ അറിയിച്ചു കൊടുക്കണം. അതാണ് എനിക്ക് ഇതിന് ശേഷം തരുന്നത്, ഭഗവാനെ കുറിച്ച് പറഞ്ഞു കൊടുക്കണം ആൾക്ക്. അതൊരു പ്രാവശ്യം വന്നു കഴിഞ്ഞപ്പം എനിക്ക് വിളിക്കണം, എന്ത് ചെയ്യണം, ഇവർക്ക് മനസ്സിലാവോ, ഇത് പറഞ്ഞാൽ മനസ്സിലാവോ നമുക്ക് അറിയത്തില്ലല്ലോ. ആദ്യം ഇങ്ങനെ അത് അവരെങ്ങനെ അക്സെപ്റ്റ് ചെയ്യും നമുക്കൊന്നും അറിയത്തില്ല. ഒരു പ്രാവശ്യം കാണിച്ചു, അത് കഴിഞ്ഞു. ആഴ്ചയിൽ ഒരിക്കലായി ഈ വിഷൻ, ഈ സെയിം വിഷൻ തന്നെ. അപ്പൊ ഈ സെയിം കാര്യമാണ്. ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ നമഃശിവായ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഇദ്ദേഹം എന്റെ മുഖത്തോണ്ട് നോക്കി വിഷമിച്ച് കരയുവാണ്. അപ്പം സമയമായി, അവനെ എന്റെ അടുത്ത് കൊണ്ടുവരൂ എന്നാണ് കാണിച്ചു തരുന്നത്. അതായത് അദ്ദേഹത്തിന്റെ ഭഗവാനെ പറ്റി ഒന്ന് പറഞ്ഞു കൊടുക്കണം അദ്ദേഹത്തിന്. അപ്പം ഞാനത് ആഴ്ചയിൽ 1 അങ്ങനെ കാണാൻ തുടങ്ങി. അപ്പൊ 2 പ്രാവശ്യം ഇങ്ങനത്തെ 2-3 പ്രാവശ്യം ആകുമ്പോൾ എനിക്കറിയാം സെയിം ഇത് ചെയ്യേണ്ട കാര്യമാണ്. അപ്പൊ ഞാൻ ആളെ ഫോൺ ചെയ്തിട്ടാണ്. അപ്പൊ ആള് അങ്ങനത്തെ ഒരു അവസ്ഥയിലല്ല, നമ്മൾ ഇങ്ങനത്തെ ഡിവോഷണൽ പരമായിട്ട് സംസാരിക്കാൻ പറ്റിയ ഒരു അവസ്ഥയിലല്ല ആള് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു, ചേട്ടാ ഈ ഇങ്ങനെ വിഷൻ കിട്ടിയെന്നൊന്നും പറയില്ല, ചേട്ടാ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ദൈവത്തിൽ ഒന്ന് പ്രാർത്ഥിച്ചു നോക്ക്, ഭഗവാനിലൊക്കെ ഒന്ന് പ്രാർത്ഥിച്ച് ഏകാദശി നോയമ്പൊക്കെ ഒന്ന് എടുത്ത് നോക്കുന്നു. അപ്പം ലക്ഷ്മി അങ്ങനെയുള്ള ഒരു അവസ്ഥയിലല്ല ഞാൻ, ഒന്ന് ശരി എന്നൊക്കെ പറഞ്ഞു വെച്ചു. പിന്നെന്താ പ്രശ്നം വെച്ചാൽ 1 മാസം കണ്ടിന്യൂസ് രാവിലെ എനിക്ക് ഉറങ്ങി എഴുന്നേക്കുമ്പോഴായിരുന്നു ഇത് വിഷൻ. ഇതിപ്പോ ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥ. ഈ കണ്ണടച്ച ഇതാ കാണുന്നത്. ഈ ഒരു സംഭവം തന്നെ, ആള് കരയുന്നു, ഞാൻ നാമം ചൊല്ലുന്നു, ഇത് മാത്രമാണ്. അപ്പൊ എനിക്ക് മനസ്സിലായി ഇത് സീരിയസ് ആണ്. അല്ലെങ്കിൽ ഇങ്ങനെ ഉറക്കം കൂടെ ഡിസ്റ്റർബ് ചെയ്യുന്ന രീതിയിൽ എനിക്ക് തരത്തില്ല ഭഗവാൻ. ഞാൻ പിന്നെ 2 കൽപ്പിച്ച് ആളെ വിളിച്ചിട്ടുണ്ട്, ചേട്ടാ ഇന്നതാണ് വിഷയം, എനിക്കിങ്ങനെ ഇടയ്ക്ക് വിഷൻ കിട്ടാറുണ്ട്. അതിൽ ചേട്ടൻ എത്രത്തോളം വിശ്വസിക്കുന്നുണ്ട് എനിക്കറിയില്ല. എനിക്കിങ്ങനെ ഒരു മാസമായിട്ട് കണ്ടിന്യൂസ് എനിക്ക് ഉറങ്ങാൻ പറ്റാത്ത അവസ്ഥയിൽ എന്നെ ഡിസ്റ്റർബ് ചെയ്യുന്നിരിക്കുക. അതുകൊണ്ട് എന്തെങ്കിലും കാര്യമായിട്ട് ഇതിനൊരു തീരുമാനം എടുക്കണമെന്ന്. അപ്പം ചേട്ടൻ പറഞ്ഞു, എന്തായാലും ഇനിയിപ്പം എല്ലാം തകർന്നു നിൽക്കുക, ലക്ഷ്മി പറയാൻ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഒന്ന് ഏകാദശി നോയമ്പൊക്കെ എടുത്ത് നമുക്കൊന്ന് സെറ്റാക്കാൻ നോക്കാന്ന് പറഞ്ഞു. അപ്പൊ ശരി, ആൾ സമ്മതിച്ചു. അങ്ങനെ അത് ആ ഒരു ഇൻസിഡന്റ് ആയിരുന്നു. പക്ഷെ അത് പിന്നീട് 1 വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡ് നാട്ടിൽ പോയപ്പോഴാണ് പറയുന്നത്, ആള് എൻ്റെ ഹസ്ബൻഡിനോട് പറഞ്ഞെന്ന്, ലക്ഷ്മി വിളിക്കുന്ന സമയത്ത് എന്താ അവസ്ഥ എന്ന് വെച്ചാല് ആളുടെ ബിസിനസ് ഒക്കെ പോയി, കുടുംബമൊക്കെ ആളെ ഒറ്റപ്പെടുത്തി, ആളുടെ ഓഫീസിൽ തന്നെ ഒരു ആത്മഹത്യക്ക് ശ്രമിക്കുന്ന സമയത്താണ് ഞാൻ ലാസ്റ്റ് വിളിക്കുന്നത്. ആ സമയത്താണ് ഞാൻ വിളിച്ചത്. അപ്പം നമുക്ക് ഞാൻ അന്ന് പറഞ്ഞ പോലെ നമുക്ക് ആ ഒരു ജിനു പറഞ്ഞ പോലെ ആ ഒരു ടൈം കടന്നു കിട്ടിയാൽ രക്ഷപ്പെട്ടു. അപ്പൊ ആള് ഇപ്പൊ കുഴപ്പമില്ല, ആള് നല്ലതായിട്ടിരിക്കുന്നു. അതൊരു വിഷൻ. രണ്ടാമത് വേറെ ഇത്, പിന്നെ ഇങ്ങനെ ഡ്യൂട്ടീസ് ആയിരിക്കും ഭഗവാൻ തന്നുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെന്ന് വെച്ചാല് ഇതുപോലെ എൻ്റെ ഒരു കസിൻ്റെ ഹസ്ബൻഡ് ക്യാൻസർ ആണ്. അപ്പം നമ്മൾ നമ്മൾ അറിഞ്ഞു എന്തെങ്കിലുമൊക്കെ കൊടുക്കണം, അങ്ങനെയൊക്കെ ഇങ്ങനെ നമ്മളെല്ലാവരും, ആൾക്ക് അധികം ഇതില്ല, സാമ്പത്തികം ഇല്ലാത്തതുകൊണ്ട് എല്ലാവരും നമുക്ക് പറ്റുന്ന കഴിവുകളൊക്കെ അനുസരിച്ച് എല്ലാം ചെയ്ത് സംഭാവനയൊക്കെ ചെയ്തു.
പിന്നെ ഞാൻ അതിനെപ്പറ്റി തിരക്കിയിട്ടൊന്നുമില്ല. പക്ഷെ ഒരു 3 മാസം കഴിഞ്ഞപ്പം ഞാനിങ്ങനെ ഇതുപോലെ വിഷൻ വരുവാണ്, അവർ ഭയങ്കര ബുദ്ധിമുട്ടിലാണ്, നമ്മൾ അവരെ ഭഗവാന്റെ അടുത്ത് എപ്പോഴും അങ്ങനെ തന്നെയാണ്, ഒരു ഭഗവാന്റെ അടുത്തോട്ട് എത്തിക്കുക എന്നുള്ളതാണ് എനിക്ക് തരുന്ന ഒരിത് മെസ്സേജ്. അപ്പൊ ഞാൻ ചേച്ചിയെ വിളിച്ചപ്പോൾ പറഞ്ഞു, മോളെ ഇതുവരെ സർജറിക്കുള്ള പൈസയൊന്നും ആയിട്ടില്ല, പിന്നെ അധികം ഇങ്ങനെ വേറെ ജോലിക്കൊന്നും മാത്രമുള്ളവർക്ക് അത്രയുള്ള വിദ്യാഭ്യാസം ഒന്നുമില്ല, പിന്നെ ചെറിയ കുട്ടികളാണ്, പഠിപ്പിക്കണം, രണ്ടുപേരുടെയും പേരൻസ് ഉണ്ട്, എല്ലാവരെയും നോക്കണം, പക്ഷെ സർജറിക്കുള്ള പൈസ പോലും ആയിട്ടുമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ചേച്ചി ഞാൻ വിളിക്കുന്ന സമയത്ത് ചേച്ചി എന്താ, അത് ആ ചേച്ചിയുടെ കുഴപ്പമല്ല, നമ്മുടെ എല്ലാ മനുഷ്യർ എന്താ വെച്ചാല് ഒരു കാര്യം സഹായിക്കാൻ ഇൻസ്റ്റന്റ് ആയിട്ടാണ് എല്ലാവർക്കും കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ. അപ്പം ഇന്ന പള്ളിയിൽ ഒരു അത്ഭുതം നടന്നു എന്ന് കേൾക്കുമ്പോഴത്തേക്ക് നമ്മളെല്ലാം അങ്ങോട്ട് പോകും, അല്ലെങ്കിൽ ഇന്ന അമ്പലത്തില് ഒരു അത്ഭുതം നടന്നു പറയുമ്പോൾ എല്ലാവരും അങ്ങോട്ട് പോകും. പക്ഷെ എവിടെയും പോകണ്ട, നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ആ ദൈവം ഉള്ളത്. നമ്മുടെ ഉള്ളിൽ കുറച്ചേരം ഇരുന്ന് നമ്മൾ തന്നെ സെർച്ച് ചെയ്താൽ കിട്ടാവുന്ന ആൻസേഴ്സ് നമ്മുടെ കയ്യിൽ തന്നെ ഉണ്ട്. എല്ലാ ക്വസ്റ്റ്യൻസുള്ള ആൻസേഴ്സ് നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ കുറച്ചേരം ഇരിക്കുന്നില്ല, നമുക്കെല്ലാം ഇൻസ്റ്റന്റ് ആയിട്ട് കാര്യങ്ങൾ സാധിച്ചെടുക്കണം. എത്ര പെട്ടെന്ന് കാര്യങ്ങൾ സാധിച്ചെടുക്കാൻ പറ്റും, ആർക്കും ക്ഷമയെന്ന് പറഞ്ഞ സംഭവമില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ചേച്ചി ഒരിടത്തും പോകണം, ചേച്ചി വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുക, ഞാനും ചേച്ചിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, നമുക്ക് ഏകാദശി നോമ്പെടുക്കാം, അപ്പത്തേക്ക് എല്ലാം നമുക്ക് സെറ്റ് ആക്കാമെന്ന് പറഞ്ഞു. ഞാനും പ്രാർത്ഥിക്കാൻ തുടങ്ങി, ചേച്ചിയും പ്രാർത്ഥിക്കാൻ. ഈ ഒരു 3 മാസം കൊണ്ടില്ലാത്ത സംഭാവന എല്ലാം കൂടെ ആ ഒരു മാസം കൊണ്ട് കിട്ടി. ചേട്ടന്റെ സർജറി കഴിഞ്ഞു, ബാക്കി എമൗണ്ടും വന്ന് അവർക്കൊരു വരുമാനം, പിന്നീട് ഒരു കടയിട്ട് നടത്താനുള്ള ഒരു പൈസയും കിട്ടി. അപ്പൊ അപ്പം ഞാൻ ഇത് ചോദിച്ചാൽ ഇതൊക്കെ ചെറിയ കാര്യമല്ലേന്ന് ചോദിച്ചാൽ അല്ല, എന്നെ സംബന്ധിച്ച് ഇതൊക്കെ വലിയ കാര്യം. വെച്ചാൽ പലയിടത്ത് കിടക്കുന്നവരെയാണ് ദൈവം എന്നെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. എന്റെ ലിമിറ്റ് തന്നെയാണ്, എന്നാൽ പോലും അവരുടെ ലൈഫിൽ വന്ന ചേഞ്ചസ് ഞാൻ കാണുന്നുണ്ട്, ഭഗവാനെ വിളിച്ചു കഴിഞ്ഞപ്പോൾ ഉള്ള ചേഞ്ചസ്. അപ്പൊ ഇതിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു, ഞാൻ അധികം മന്ത്രങ്ങളൊന്നും അല്ല ചൊല്ലുന്നത്. ഞാൻ പറഞ്ഞില്ല, എനിക്ക് ഭയം വരുമ്പോ ഓം നമഃ ശിവായ ചൊല്ലും, അമ്മയുടെ നാമം ചൊല്ലും സർവമംഗളാൽ. പിന്നെ ഭഗവാന്റെ നാമങ്ങളല്ല ചൊല്ലുന്നത്, എപ്പോഴും ഞാൻ ഭഗവാനായിട്ട് സംസാരിക്കുവാണ്, എപ്പോഴും കണ്ടിന്യൂസ് കോൺവെർസേഷനാണ്. ഞാനാ സംസാരിക്കുന്നത്, എനിക്ക് അതിന്റെ റിസൾട്ടും അതിന്റെ ഉത്തരവും അദ്ദേഹം വല്ല ഇതുപോലൊക്കെയുള്ള യൂട്യൂബ് വീഡിയോസ് വഴിയൊക്കെ എനിക്ക് തരുന്നത്. അപ്പോഴാണ് ഞാനൊരു അമ്മയുടെ ഒരു ആള് പാടിയ ഒരു അഹല്യാസ്തുതി, അതെനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പോഴും ആ അഹല്യാസ്തുതിയുടെ അർത്ഥം എനിക്ക് അറിയത്തില്ല, മൊത്തം വരികളുടെ അർത്ഥം അറിയത്തില്ല. പക്ഷെ ആ അമ്മയുടെ ട്യൂൺ എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഓരോ ആളുകൾക്കും ഓരോ ട്യൂൺ ആയിരിക്കുമല്ലോ, അതുപോലെ എനിക്ക് ആ ഒരു ട്യൂൺ ഇഷ്ടപ്പെട്ടു. പിന്നെ അതിലൊരു 2-3 വരിയുണ്ട്, അത് എനിക്ക് കുറച്ച് ഇഷ്ടപ്പെട്ട വരികൾ. ഒന്നെന്ന് വെച്ചാൽ അതിനകത്ത് ആദ്യം പറയുന്നത്, എല്ലാരാലും വെറുക്കപ്പെട്ട ഒരു സ്ത്രീയെ ഭഗവാൻ വന്ന് കൈ പിടിച്ച് ഉയർത്തുന്നു, ആ ഒരു അർത്ഥം വരുന്നുണ്ട് അതില്. പിന്നെ ഒന്നെന്ന് വെച്ചാൽ ഭഗവാന്റെ സേവകർക്ക് പോലും അറിയത്തില്ല ഭഗവാന്റെ പ്ലാൻ എന്താണ്, നെക്സ്റ്റ് സെക്കൻഡിൽ എന്താ ഭഗവാൻ തീരുമാനിക്കാൻ പോകുന്നത് ഭഗവാന്റെ കൂടെ നടക്കുന്നവർക്ക് പോലും അറിയത്തില്ല എന്ന്. പിന്നെ മൂന്നാമത്തെന്ന് വെച്ചാല് എന്താ പറയാ, ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാണ്, നമ്മുടെ എന്ത് പ്രശ്നം വന്നാലും എന്റെ ഭക്തിയിൽ ഒരു തരി പോലും ഇളക്കം വരില്ലെന്ന്. അപ്പൊ ആ ഒരു 3 അർത്ഥം വരുന്ന വരികൾ വരുന്നുണ്ട്. പക്ഷെ അല്ലാതെ എനിക്ക് അതിന്റെ അർത്ഥമൊന്നും അറിയത്തില്ല. അപ്പൊ ഞാൻ അന്ന് തൊട്ട് ആ നാമം, ആ അഹല്യാസ്തുതി എനിക്ക് കിട്ടുന്ന സമയത്ത്, ഇപ്പൊ ഞാൻ രാവിലെ എഴുന്നേറ്റാണെങ്കിൽ രാവിലെ പാടും, അതല്ല എനിക്ക് രാവിലെ സമയം കിട്ടിയില്ലെങ്കിൽ അത് ഇങ്ങനെ സമയമൊന്നുമില്ല കേട്ടോ. ഞാനത് എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മൾ പറയത്തില്ലേ, ബ്രഹ്മമുഹൂർത്തത്തിലൊക്കെ എണീറ്റാൽ നല്ല കാര്യമാണ്, പക്ഷെ അങ്ങനെ ഒരു സമയം ഭഗവാന്റെ നമുക്ക് പ്രാർത്ഥിക്കാൻ പ്രത്യേക സമയവും കാര്യങ്ങളും ഒന്നും വേണ്ട. ഞാനപ്പൊ എനിക്ക് കിട്ടുന്ന എപ്പോഴാണോ സമയം, ആ സമയത്ത് ചിലപ്പോൾ ഞാൻ അടുക്കളയിൽ നിൽക്കുമ്പോഴായിരിക്കും, എനിക്കറിയത്തില്ല അതൊക്കെ ലോജിക്കാണോ എന്ന് എനിക്കറിയത്തില്ല. ചിലപ്പോൾ കേൾക്കുന്നവരായിരിക്കും, അഹല്യാസ്തുതി ആണോ പാചകം ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കുന്നതെന്ന് ചോദിച്ചാൽ, എല്ലാ റൂൾസിനെയും ബ്രേക്ക് ചെയ്ത ഒരാളാ ഭഗവാൻ. അദ്ദേഹത്തിന് എന്നോടൊരു പ്രശ്നമില്ല. ഞാൻ ഏത് സമയത്ത് പാതിരാത്രിക്ക് വേണ്ടിയും ഞാൻ അദ്ദേഹത്തെ പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹം സമ്മതിച്ചിരുന്ന ഒരാളാണ്. അതിന്റെ റെസ്ട്രിക്ഷൻസ് ഇല്ല ദൈവത്തിന് എന്നുള്ള എന്റെ ഏറ്റവും വലിയ ഇത്. ഞാൻ എപ്പോഴും ഭഗവാന്റെ അടുത്ത് കാര്യങ്ങൾ സംസാരിച്ചോണ്ടിരിക്കും. ഞാൻ ഒറ്റയ്ക്കുള്ളപ്പോഴും ഞാൻ ആരോടും, ഇപ്പം ജിന്നുനോട് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പോലും ഞാൻ എന്റെ ഉള്ളിൽ ഭഗവാൻ ഇനി അടുത്ത് എന്താ പറയേണ്ടത് ഞാൻ ചോദിക്കും. ഭഗവാൻ എനിക്ക് അതിന് പറഞ്ഞു തന്നോണ്ടേയിരിക്കും. അത് എങ്ങനെയാന്നുള്ളത് ഞാൻ വഴിയേ പറയാം, എന്നാലും ഇതൊന്ന് പറയണം. ജസ്റ്റ് ഭഗവാന്റെ മുമ്പിൽ ഭഗവാൻ അങ്ങനെ ടൈമോ ഒരു കാര്യത്തിലും ഭഗവാൻ ഒരു ലിമിറ്റും വെച്ചില്ല. ഭഗവാനെ ഏത് സമയത്തും വിളിക്കാം. എന്ന് വെച്ചാൽ ഞാൻ
നമുക്കിങ്ങനെ അശുദ്ധി വരുന്ന സമയത്ത് ഞാൻ ഭഗവാനെ വിളിക്കത്തില്ല. അപ്പൊ ആ 7 ദിവസം വിളിക്കാതിരിക്കുമ്പോ എനിക്ക് തന്നെ അറിയാം എന്റെ ഉള്ളിലെ ചേഞ്ച്. എനിക്കൊരു നെഗറ്റിവിറ്റി ഫീൽ ചെയ്യാറുണ്ട് എപ്പോഴും. പക്ഷെ ഞാൻ വിളിക്കാറില്ല. ഞാൻ മാക്സിമം എപ്പോഴും ഭഗവാനെ ഭഗവാനെ എന്ന് വിളിക്കുന്ന ഒരാൾ 7 ദിവസം എന്തുമാത്രം കഷ്ടപ്പെടും ഒന്ന് വിളിക്കാതിരിക്കാൻ. നമ്മുടെ കുഞ്ഞുനാൾ തൊട്ടുള്ള കേട്ടുകേൾവിയാണ് അന്നേരം വിളിക്കാൻ പാടില്ല, ഭഗവാനെ വിളിക്കാൻ പാടില്ല, അമ്പലത്തിൽ കയറാൻ പാടില്ല. അതൊക്കെ സത്യം. എന്താ വെച്ചാല് ഓരോ ഇടത്തും ഓരോ റൂൾസ് ഉണ്ട്. ഇപ്പൊ നമുക്ക് സ്കൂളിൽ ഒരു റൂളുണ്ട്, അല്ലെ, പബ്ലിക് പ്ലേസിൽ ബിഹേവ് ചെയ്യേണ്ട എങ്ങനെ റൂളുണ്ട്. അതുപോലെ അമ്പലത്തിൽ ഉള്ള റൂള് നമ്മൾ ഫോളോ ചെയ്യുക തന്നെ വേണം. ഓരോ സ്ഥലത്തെയും റൂള് നമ്മൾ ഒരു മരണ വീട്ടിൽ പോകേണ്ട എങ്ങനെ ഏത് ഡ്രസ് ഇട്ടാ, അതൊക്കെ എന്ന് വെച്ചാൽ ഒരു റൂൾസ് ആണ്. അത് നമ്മുടെ ഒരു സാമാന്യ ബുദ്ധി മര്യാദ. പക്ഷെ പേഴ്സണലി ഞാൻ ഒറ്റയ്ക്കുള്ള ദേവി മര്യാദ എന്ന് പറഞ്ഞൊരു സെപ്പറേറ്റ് സബ്ജക്ട് തന്നെ ഉണ്ട്. ദുർഗാമ്മയ്ക്ക് ഒരു മര്യാദകളുണ്ട്, ദേവി മര്യാദ എന്നാണ് സിദ്ധന്മാരുടെ ഇടയിൽ അത് പറയാം. ഞാൻ പറഞ്ഞതേ ഉള്ളൂ, അത് വേറൊരു സബ്ജക്റ്റ് ആണ്, അതും ഒരു കടലാണ്. ഞാൻ ഉദ്ദേശിച്ചത് നമുക്ക് ഓരോരുത്തടുത്തും ഓരോ റൂൾസ് ഉണ്ട്, അത് ഫോളോ ചെയ്യാം. അത് നമ്മൾ ഒരിക്കലും തെറ്റിക്കാൻ പാടില്ല. എന്തെങ്കിലുമൊക്കെ കാരണത്താലായിരിക്കും ആ റൂൾ വെച്ചേക്കുന്നത്. പക്ഷേ ഒരു മനുഷ്യൻ, അതായത് ഞാൻ ഒറ്റയ്ക്കുള്ളപ്പം ഞാൻ ദൈവത്തിനെ വിളിക്കണം. അത് ഏത് അവസ്ഥയിൽ ദൈവത്തിനെ വിളിക്കണം എന്നുള്ളത് ദൈവം റൂൾ വെച്ചിട്ടില്ല. എനിക്ക് ഏത് അവസ്ഥയിലും വിളിക്കാം. അതായത് പീരീഡ്സ് ആയാലും ടോയ്ലറ്റിൽ പോയാലും എവിടെ വേണമെങ്കിലും ഭഗവാനെ വിളിക്കാം. അതിന് ഞാൻ എപ്പോഴും ഇങ്ങനെ 7 ദിവസം വിളിക്കാതായപ്പോഴത്തേക്ക് എനിക്ക് ബുദ്ധിമുട്ട്. അങ്ങനെ 2-3 പ്രാവശ്യം ആയപ്പം ഞാൻ തന്നെ ഇങ്ങനെ ഭഗവാനോട് പറഞ്ഞു, എനിക്കറിയാം ഭഗവാനെ, ഞാൻ ആ 7 ദിവസം ഭഗവാനായിട്ട് മാറി നിൽക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നുന്നു പറഞ്ഞപ്പം ഭഗവാൻ പലപ്പോഴും ഉത്തരം തരുന്നത് യൂട്യൂബ് വഴിയാണ്. അതാ ഞാൻ പറഞ്ഞത്, നമ്മുടെ മൊബൈല് അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ടെക്നോളജി എല്ലാ നല്ല കാര്യങ്ങൾക്കും ഉപയോഗിക്കാം. എന്റെ ഈ ഫോൺ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചേക്കുന്നത് ഭഗവാനാണ്. എന്താ വെച്ചാൽ ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം എനിക്ക് തരുന്നത് യൂട്യൂബ് വഴിയോ അല്ലെങ്കിൽ ആരെങ്കിലും മെസ്സേജ് വഴിയായിരിക്കും. അപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പൊ പിറ്റേ ദിവസം എനിക്ക് കിട്ടിയ യൂട്യൂബിലുള്ള ഒരു വീഡിയോ, അദ്ദേഹം പറഞ്ഞു തന്നെ എനിക്കൊരു അർത്ഥം എന്ന് വെച്ചാല്, ഏതോ ഒരു സ്വാമി ടോയ്ലറ്റിൽ പോകുന്ന സമയത്ത് മാത്രം ഹരേ കൃഷ്ണ മന്ത്രം ജപിക്കാൻ പറ്റുന്നില്ല. അപ്പൊ അദ്ദേഹം എന്താ വെച്ചാൽ നാക്ക് കടിച്ചു പിടിക്കും, ഇത് പറയാതിരിക്കാൻ വേണ്ടി, അശുദ്ധമാന്നുള്ള രീതിയിൽ കടിച്ചു പിടിക്കുന്നതോട് ആളുടെ നാക്ക് മുറിയുന്നതല്ലാതെ ഒന്നും സംഭവിക്കുന്നില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ അടുത്തൊരു കൊച്ചു കുട്ടിയുടെ രൂപത്തിൽ ഭഗവാൻ വരികയും ഭഗവാൻ പറഞ്ഞു, എന്നെ ഒരു സേവകരായിട്ട് നിർത്തും, എനിക്ക് പോകാൻ വഴിയൊന്നുമില്ല, വേറെ ഞാൻ ജോലിയൊക്കെ ചെയ്തു തരാം എന്ന് പറഞ്ഞു. അപ്പം സ്വാമി പറയുന്നു, ശരി എന്റെ കൂടെ നിൽക്കൂന്ന് പറഞ്ഞു. എന്നിട്ട് പിറ്റേ ദിവസം സ്വാമി ഇതുപോലെ ടോയ്ലറ്റിൽ പോകാൻ നേരത്ത് ഇതുപോലെ മന്ത്രം പിടിച്ചിരുന്നപ്പം ഈ കുട്ടി വന്നിട്ട് പറയുന്നു, ഈ സമയത്താണ് നിങ്ങൾക്ക് മരണം വരുന്നെങ്കിലോ, അപ്പൊ ദൈവത്തെ വിളിക്കണ്ടേ? മരണത്തിന് എപ്പോഴെങ്കിലും ഇന്ന സമയമൊന്നും ഇല്ലല്ലോ. അപ്പൊ എനിക്കത് ഭഗവാൻ പഠിപ്പിച്ചു തന്നതല്ലോ, എന്നെ വിളിക്കുന്നതിന് നിനക്ക് ഒരു സമയവും നോക്കണ്ട, നിനക്ക് എപ്പോ തോന്നോ എന്നെ വിളിക്കാം. എന്റെ ഗുരു അത് തന്നെയാണ് പറയുന്നത്. ഈ സെയിം എക്സാമ്പിൾ പറഞ്ഞിട്ടാണ് പറയുന്നത്. അതായത് മന്ത്രജപമാണ്, മൈൻഡിൽ നമ്മൾ ജപിക്കുകയാണ്, നാക്ക് പോലും അനക്കാതെ. അത് എവിടെ വേണേലും ഇരുന്ന് ജപിക്കാമെന്നാണ് പുള്ളി പറയുന്നത്. അതിന് എക്സാമ്പിൾ പുള്ളി ഈ ഒരു ഇതാണ് പറയുന്നത്. തുടങ്ങോളൂ. അപ്പൊ ഞാൻ മന്ത്രവും അല്ല, ഞാൻ ഭഗവാനെ അടുത്ത് കാര്യം പറയുന്നത് പോലും ഞാൻ നിർത്തുവാണ് 7 ദിവസത്തേക്ക്. അപ്പൊ എനിക്കത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്, ഭഗവാനും അത് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. ഞങ്ങൾ തമ്മിൽ ഗ്യാപ്പ് വരുവാണ്. അപ്പം എനിക്ക് കാണിച്ചു തന്നാണ്. അപ്പം ഞാൻ ഈ അഹല്യാസ്തുതിയിൽ വന്നപ്പോ ഇത് പറഞ്ഞതേ ഉള്ളൂ. അപ്പം എനിക്ക് എപ്പോഴാണോ സമയം കിട്ടുന്നത് അപ്പോഴായിരിക്കും, ചിലപ്പം ഡ്രൈവ് ചെയ്യുമ്പോഴായിരിക്കും ഞാൻ ഇതിടും, അവരൊപ്പം പാടും. അങ്ങനെ ചില ദിവസങ്ങൾ രാവിലെ എഴുന്നേറ്റും പാടും. അപ്പം പാടുന്ന സമയത്ത് അതൊരു 9 മാസം അങ്ങനെ പോയി. അപ്പം ഈ ഒരു 9 മാസം പോകുന്ന സമയത്ത് ഞാൻ ഈ അഹല്യസ്തുതി പാടുന്ന എങ്ങനെയാണെന്ന് വെച്ചാല്, ഞാൻ എന്നെ തന്നെ കാണുന്നതില് ഞാൻ എപ്പോഴും വിചാരിക്കുന്ന, ജിനു, നമ്മള് പ്രപഞ്ചത്തില് എത്ര ജന്മം എടുത്തിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല. ആദ്യത്തെ ജന്മം തൊട്ട് ഇന്ന് ഈ ജന്മം വരെ, ഈ കറന്റ് സമയം വരെ ഞാൻ ചെയ്ത പാപങ്ങളെല്ലാം ഭഗവാൻ എനിക്കൊരു പുഴുത്ത് ഇങ്ങനെ വരുന്ന രീതിയിലാണ് വരുന്നെങ്കിൽ എന്റെ ദേഹത്ത് എന്തുമാത്രം പുണ്ണ് കാണും. ഇത് അപ്പൊ ഞാനിങ്ങനെ ഒരു ഇരുട്ടിൽ മാറി എല്ലാരാലും വെറുക്കപ്പെട്ട് മാറി നിൽക്കുമ്പോ ഇത്രയും ആരും നോക്കാത്തടത്ത് ഭഗവാൻ വന്ന് കൈ പിടിച്ച് ഉയർത്തുന്ന പോലെ എനിക്ക് ഈ അഹല്യാസ്തുതി ഞാൻ പാടുമ്പോ ഞാൻ ഇമാജിൻ ചെയ്തത്. ഞാൻ എപ്പോഴും ഭഗവാനോട് ചോദിക്കും, ഞാൻ എന്ത് പുണ്യമാണ് ചെയ്തേ ഭഗവാനെ, നിന്റെ ഈ ഒരു അനുഗ്രഹം കിട്ടാൻ എന്നുള്ള രീതിയിലാണ് ഞാൻ എപ്പോഴും അഹല്യാസ്തുതി എപ്പോ പാടിയാലും എനിക്കതൊരു ഞാൻ അത്രയും ഫീൽ ചെയ്ത് പാടുന്നുണ്ടായിരിക്കും. ഞാൻ എന്നെ തന്നെ കണ്ട് പാടുന്നുണ്ടായിരിക്കും. എന്റെ കണ്ണ് നിറയാത്ത ഒരു ദിവസം പോലും ഇല്ല. അതിങ്ങനെ പ്രാർത്ഥിക്കും ഞാൻ. അതാണ് പിന്നീടുള്ള എൻ്റെ ഒരു പ്രാർത്ഥന എന്ന് പറഞ്ഞാൽ. വേറെ ഒരു മന്ത്രങ്ങളൊന്നും ഇല്ല. ആ സമയത്ത് എൻ്റെ ബർത്ത്ഡേ വരുവാണ്. അപ്പൊ ഞാൻ ഭഗവാന്റെ അടുത്ത് തലേദിവസം പറഞ്ഞു,
എനിക്കറിയാം നിന്റെ പ്രസൻസ് ഒക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നുവെച്ചാൽ യൂട്യൂബ് അങ്ങനെ അല്ലാതെ സൗണ്ട് ആയിട്ടോ ഒന്നുമല്ല. വിഷൻ തരുന്നുണ്ട്, ഇതൊക്കെ ഉണ്ട്. ഞാൻ ചോദിക്കുന്നതിനുള്ള ഉത്തരം യൂട്യൂബ് വഴി തരുന്നുണ്ട്, ഒക്കെ ഉണ്ട്. എനിക്കറിയാം നിന്റെ പ്രസൻസ് എനിക്കുണ്ട്. പക്ഷേ എനിക്ക് കുറച്ചും കൂടെ നമുക്കൊന്ന് ആഗ്രഹം വരുമല്ലോ, കുറച്ചും കൂടെ അത്യാഗ്രഹമായിരിക്കും. കുറച്ച് കഴിയുമ്പോൾ വേറെ വേറെ ആഗ്രഹങ്ങൾ പറയും നമ്മള്. ഞാൻ എന്നാലും ഒന്ന് അറിയാൻ വേണ്ടി, പ്രസൻസ് അറിയാൻ വേണ്ടി എന്തെങ്കിലും, നാളെ എന്റെ ബർത്ത്ഡേ ആയിരിക്കും, ഗിഫ്റ്റ് വേണം എന്ന് ഞാനങ്ങ് ചോദിച്ചു പറഞ്ഞിട്ട് കിടക്കുവാണ്. പിറ്റേ ദിവസം രാവിലെ പതിവില്ലാതെ ഞാൻ രാവിലെ 4 മണിയൊക്കെ എഴുന്നേറ്റിട്ട് വന്നിട്ട് ഞാൻ ഇതിങ്ങനെ പാടുമ്പോ തന്നെ എനിക്ക് കരച്ചിൽ വരുവാ. എന്ന് വെച്ചാൽ തുടക്കത്തിൽ തന്നെ കരച്ചിൽ വരാം. എനിക്ക് എന്തോ ഒരു പ്രസൻസ് ഫീൽ ചെയ്യാം അവിടെ. ആ റൂമിൽ ഭയങ്കര പ്രസൻസ് ഫീൽ ചെയ്യാം. അപ്പൊ ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കുന്ന റൂം എന്ന് വെച്ചാൽ നമ്മുടെ ഗ്ലാസ്, കംപ്ലീറ്റ് ഗ്ലാസ് അൽഫ്രസ്കോ തുറക്കുന്ന അതിന്റെ. അപ്പൊ എനിക്ക് നേരെ കാണുന്നത് നമ്മുടെ ബാക്ക് യാർഡും സ്കൈയുമാണ്. ഇപ്പൊ പറയാൻ പോകുന്ന കാര്യം എനിക്കറിയത്തില്ല, പബ്ലിക് പ്ലേസിൽ പറയാൻ പറ്റുന്നതാണോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഇത് പറയാതെ എനിക്ക് മുന്നോട്ട് പോകാനും പറ്റത്തില്ല. ആരെന്ത് പറഞ്ഞാലും ഞാൻ പറഞ്ഞില്ല, ഞാൻ ആദ്യം പറഞ്ഞത് ആ എല്ലാ റൂൾസിനെയും ബ്രേക്ക് ചെയ്ത ഒരാളാ ഇതിപ്പോ എന്റെ അടുത്ത് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത് പറയുന്നത്. ഞാൻ കാണുന്നത് എന്താന്ന് വെച്ചാല്, ആകാശത്തൂന്ന് പതുക്കെ 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 വളരെ പതുക്കെ വന്നിട്ട് ജ്യോതി വന്നിട്ട് നമ്മുടെ ഈ കൈയുടെ പത്തിയുടെ അത്രയും വട്ടത്തില് ഒരു ഇങ്ങനെ തിളങ്ങിക്കൊണ്ട് ഒരു ജ്യോതിയാണത്. ഒരു സൂര്യൻ ചെറുതായി അങ്ങ് നിൽക്കും. ഒരു സൂര്യൻ ഒരു കൈപ്പത്തിയുടെ അതിങ്ങനെ വന്ന് നിൽക്കുവാണ്. അത് വളരെ പതുക്കെയാ വന്ന് നിൽക്കുന്നത്. എനിക്ക് ഭയങ്കര ബ്ലിസ് ആവാൻ തുടങ്ങി. എനിക്കറിയാം ഇത് നോർമൽ അല്ലാന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ എഴുന്നേറ്റ് നിന്നിട്ട് ഇതിനീ കാണാൻ അറിയത്തില്ലല്ലോ. അപ്പൊ ഞാൻ പെട്ടെന്ന് ഇത് നോക്കി പാടുവാണ്. ഇത് അവരെ ഒപ്പം നിർത്തിയിട്ട് നോക്കി പാടി ഞാനിങ്ങനെ തൊഴുന്നുണ്ട്. കണ്ണീന്ന് കണ്ണുനീര് വരുന്നുണ്ട്. ആ സാക്ഷി ഗോപാൽ സ്വാമി ക്ഷേത്രത്തിലുള്ള അതേ ഫീലിൽ നിൽക്കുക. ഞാൻ ഉള്ളിൽ നിറഞ്ഞു നിൽക്കുവാണ്. ഞാൻ അപ്പം തൊഴുത് കഴിഞ്ഞപ്പോ അതെങ്ങനെ പോന്ന് വെച്ചാൽ പതുക്കെ പതുക്കെ വളരെ പതുക്കെ ഇങ്ങനെ സമയം എടുത്ത് അങ്ങ് പതുക്കെ ഇല്ലാതായി. പിറ്റേ ദിവസം ഞാൻ രാവിലെ എക്സൈറ്റ് ആയി.